അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സഖ്റിനി അദ്ദൗസി അൽ-യമാനി. ധാരാളം ഫദായിലുകളും മനാഖിബുകളുമുള്ള സഹാബിയാണ്. നമ്മൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ധാരാളം സംസാരിച്ചിട്ടുണ്ട്. ഹദീസ് നിഷേധിക്കുന്ന ആളുകൾ ആദ്യമായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കാരെ സംബന്ധിച്ചാണ്, ഏറ്റവും ധാരാളമായി ഹദീസ് റിവായത്ത് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചാണ്. ആ അടിസ്ഥാനത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ധാരാളം ആരോപണങ്ങൾ ആ തരത്തിലുള്ള ആളുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ബാത്തിലാണ്. എല്ലാ തരത്തിലുള്ള അഹ്ലുൽ ഹദീസിനും ഇങ്ങനെ ഹദീസിന് ഖിദ്മ ചെയ്യുന്ന വലിയ അയിമ്മത്തുകൾക്ക് എല്ലാവർക്കും അള്ളാഹു ഈ തരത്തിലുള്ള ശത്രുക്കളെ ചെയ്തിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ ശയാതീനൽ ഇൻസി വൽ ജിൻ യൂഹി ബഅദുഹും ഇലാ ബഅദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറ. എല്ലാ നബിമാർക്കും നാം ശത്രുക്കളെ നിശ്ചയിച്ചിട്ടുണ്ട്. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമുള്ള പിശാചുക്കളാണ് ശത്രുക്കൾ. നബിമാരെയും അവരെ പിൻപറ്റിയ ആളുകൾ അവർ പരസ്പരം അലങ്കാരമുള്ള വാചകങ്ങൾ പരസ്പരം കൈമാറുകയാണ് ചെയ്യുന്നത്. അവർക്കത് അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു. ഈ തരത്തിൽ ബുഖാരിയെ സംബന്ധിച്ചും മറ്റ് എല്ലാ അയിമ്മത്തുൽ ഹദീസിനെ സംബന്ധിച്ചും എന്തുണ്ട് ആരോപണങ്ങളുണ്ട്. ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നർ റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്ന. ഒരു വ്യക്തിക്ക് അയാളുടെ ദറജ സ്വർഗത്തിൽ ഉയർത്തപ്പെടും. ഫയഖൂലു അന്ന ഹാദ. അദ്ദേഹം ചോദിക്കും, എന്ത് കാരണമായിട്ടാണ് എനിക്ക് ഈ ദറജ ഉയർത്തപ്പെട്ടതെന്ന് ചോദിക്കും. അഥവാ സ്വർഗത്തിലുള്ള പദവികൾ ഉയർത്തപ്പെടുക. അപ്പോ അദ്ദേഹത്തോട് പറയപ്പെടും, ബിസ്തിഗ്ഫാരി വലദിക്, നിന്റെ മകന്റെ ഇസ്തിഗ്ഫാർ കാരണത്താലാണ് നിനക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ദറജ വർദ്ധിച്ചതെന്ന് പറയും. ഈ ഹദീസിൽ ധാരാളം ഫവായിദുകളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ജന്നത്ത്, സ്വർഗം എന്താണ്? സ്വർഗത്തിൽ വലിയ ദറജാത്തുകളാണ്, പദവികളാണ്. താഴെ നിന്ന് മേൽപോട്ടാണ് എന്ത് ചെയ്യുന്നത്, കയറി പോകുന്നത്. ഏറ്റവും വലിയ സ്ഥാനമുള്ള ആള് ഏറ്റവും ഉയരത്തിലായിരിക്കും. അതായതാണ് അൽ ഫിർദൗസുൽ ആല. എന്നാൽ ബിഖിലാഫി അന്നാർ, നരകത്തിന് വിപരീതമായിട്ട്, നരകമാണെങ്കിൽ കുഴികളാണ്, താഴോട്ടാണ് അതിന്റെ കാര്യം പോകുന്നത്. എത്ര ഷർറ്, എത്ര തിന്മ വർദ്ധിക്കുന്നോ അതിനനുസരിച്ച് താഴേക്കടിയിലായിരിക്കും സ്ഥാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞതുപോലെ അവരെ എവിടെയായിരിക്കും, ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഫായിദ, മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം എന്നുള്ളത്. മാതാപിതാക്കൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ എന്താക്കിയതാണ്, ശർആക്കിയിട്ടുള്ള കാര്യമാണ്. അത് സുന്നത്താണ്. ഒരുപക്ഷെ മൻസിയത്തായിട്ടുള്ള ആളുകൾ ഉപേക്ഷ വരുത്തിയിട്ടുള്ള മറന്നിട്ടുള്ള സുന്നത്തുകളിൽപ്പെട്ട ഒന്നാണത്. അടുത്ത കാര്യം, മൂന്നാമത്തെ ഫായിദ, മാതാപിതാക്കൾക്കുള്ള ബിർറുകളിൽ അവർക്ക് ചെയ്യുന്ന പുണ്യങ്ങൾ ധാരാളം കണക്കിനുണ്ട്. പലതരത്തിലുള്ള പുണ്യങ്ങൾ നമുക്ക് അവരോട് ചെയ്യാൻ കഴിയും. അവരോട് നല്ല രൂപത്തിൽ സംസാരിക്കാം,
അവർക്ക് ഉള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാം. അവർ രോഗികളായി കഴിഞ്ഞാൽ അവരെ ശുശ്രൂഷിക്കാൻ പറ്റും. ഇതെല്ലാം എന്താണ് ബിറിന്റെ അവർക്കുള്ള പുണ്യം ചെയ്യുന്നതിന്റെ പല രീതികളാണ്. അതിൽ ഏറ്റവും നല്ല രീതി എന്താണ്? അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ കാരണം എന്താണ്? അവരെ എത്ര അവർക്ക് വേണ്ട ചെലവഴിച്ചാലും അവരെത്ര ശുശ്രൂഷിച്ചാലും അതൊക്കെ അവരുടെ ഈ ഇഹലോകത്തിലുള്ള കാര്യങ്ങളാണ് അതിലൂടെ എന്ത് ചെയ്യുന്നത്? മെച്ചമായി തീരുന്നത്. എന്നാൽ ഇസ്തിഗ്ഫാർ ചെയ്താലോ അവിടെ എന്താണ്? വേറൊന്നും ഉപകരിക്കാത്ത അമലുകൾ മാത്രം ഉപകരിക്കുന്ന ആ ദിനം അവിടെ അവർക്ക് എന്ത് ചെയ്യും? വലിയ ഉപകാരം അത് നൽകുമെന്നുള്ളതാണ് കാര്യം. അപ്പൊ ഏറ്റവും വലിയ ബിറാണെന്ത്? അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാന്നുള്ളത്. അടുത്ത ഫായിദ, മാതാപിതാക്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാന്നുള്ളത് അത് എല്ലാ മുൻകഴിഞ്ഞ അമ്പിയാക്കളുടെ ഒക്കെ രീതിയാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിച്ചു, റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിൽമുഅ്മിനീന വൽമുഅ്മിനാത്ത് വലാ തസിദി ദ്ദാലിമീന ഇല്ലാ തബാറ. അല്ലാഹുവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണം? നീ പുറത്തു തരണം. അതുപോലെ മുഅ്മിനുകൾക്കും മുഅ്മിനാത്തുകൾക്കും. കാഫിറുകൾക്കാണെങ്കിൽ നാശമാണ് നീ നൽകേണ്ടത്, വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടതെന്നും പറഞ്ഞു. അപ്പോ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സുന്നത്തിൽ വന്ന കാര്യം. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിലും ഇതേ ആശയത്തിൽ ആയത്ത് വന്നിട്ടുണ്ട്. അപ്പോ അതിന് അടുത്തൊരു ഫായിദ എന്താണ്? മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, മാതാപിതാക്കൾക്കാണെങ്കിലും മറ്റാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിലും സുന്നത്തായ കാര്യം എന്താണ്? സ്വന്തത്തിനു വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാം. റഹിമാനില്ലാഹു വ ഇയ്യാക്, എനിക്കും നിനക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഇങ്ങനെ ആദ്യം, കാരണം എന്താണ്? ഈ തരത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിനും ഇസ്തിഗ്ഫാറിനും ഏറ്റവും അർഹൻ അല്ലെങ്കിൽ ഏറ്റവും ആവശ്യക്കാരൻ ആരാണ്? സ്വയം ആവശ്യക്കാരനാണ്. അപ്പൊ എന്ത് ചെയ്യണം? സ്വന്തത്തെ മറക്കാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പൊ പ്രാർത്ഥിക്കുന്നതിലുള്ള ഒരു സുന്നത്താണ് എന്ത്? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി അടുത്ത ഫായിദ എന്താണ്? മാതാപിതാക്കള് മുഅ്മിനുകളാണെങ്കിൽ മാത്രമാണ് ഈ വിഷയം, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാൽ കാഫിറുകളെ കുറിച്ച് എന്താ പറഞ്ഞത്? വലാ തസിദി ദ്ദാലിമീന ഇല്ലാ തബാറ. അപ്പോ വേറെയും ആയത്തുകളിൽ കാഫിറുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വമാ കാന ലിന്നബി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറു ലിൽ മുശ്രിക്കീൻ. അല്ലാഹുവിന്റെ റസൂലിനോ മുഅ്മിനുകൾക്കോ പാടുള്ള കാര്യമല്ല മുശ്രിക്കുകൾക്ക് എന്ത് ചെയ്യാൻ? ഇസ്തിഗ്ഫാർ ചെയ്യാൻ. അപ്പോ അതാണ് കാര്യം. അടുത്ത വിഷയം എന്താണ്? മാതാപിതാക്കൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ അവർക്ക് എന്താ വർദ്ധിക്കുന്നത്? അവർ ദറജ വർദ്ധിക്കാണ് ചെയ്യുന്നത്. അപ്പോ ദറജ എന്നുള്ളത് വലിയ ഒരു പദവി, സ്വർഗത്തിൽ പദവി വർദ്ധിക്കുക എന്ന് പറയുന്നത് എന്താണത്? വലിയ ഒരു ഹിബത്താണ്, അള്ളാഹുവിന്റെ ഒരു ദാനമാണ്. അപ്പൊ നേരത്തെ അതിനെന്തോ ഒരു തടസ്സം ഉണ്ടായിരുന്നു. ആ തടസ്സം എന്ത് ചെയ്തു? ഇസ്തിഗ്ഫാറിലൂടെ എന്ത് ചെയ്തു? നീങ്ങി. അപ്പോ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് അതിന്റെ ഏറ്റവും വലിയ തഅ്സീർ എന്താണ്? നമുക്ക് വലിയ വലിയ ദറജാത്തുകൾ അള്ളാഹു എന്താണ് കണക്കാക്കിയിട്ടുള്ള വലിയ വലിയ എന്താണ് ദാനങ്ങൾ, അതിനുള്ള തടസ്സങ്ങൾ എന്താണ് നീക്കലാണ് എന്ത് ചെയ്യുന്നത്? ഇസ്തിഗ്ഫാറിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ ദാവൂദ് ദവായിൽ പറഞ്ഞു, മൻ അദാമൽ ഹംദ തതാബഅത് അലൈഹിൽ ഖൈറാത്ത്, അല്ലെങ്കിൽ ഫുതിഹത് അലൈഹിൽ ഖൈറാത്ത്. ആരെങ്കിലും പതിവായിട്ട് അള്ളാഹുവിന് ഹംദ് ചെയ്യുകയാണെങ്കിൽ അവന് നന്മകളുടെ വാതിൽ ഇങ്ങനെ തുറക്കപ്പെടും. ഒരുപാട് നന്മകൾ അവന്റെ ജീവിതത്തിൽ കടന്നു വരും, ഫിദ്ദുനിയ വൽ ആഖിറ. എന്നാൽ വമൻ അദാമൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയാണെങ്കിലോ, ഇസ്തിഗ്ഫാർ വർദ്ധിക്കുകയാണെങ്കിൽ ഫുതിഹത് ലഹുൽ മഗാലീഖ്, തടസ്സങ്ങൾ, ഒരുപാട് തടസ്സങ്ങളുണ്ട്. നമ്മുടെ ഒരുപാട് നല്ല ലക്ഷ്യങ്ങൾക്ക്
പല പല തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളൊക്കെ എന്ത് ചെയ്യും, നീങ്ങിക്കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഒക്കെ എന്ത് ചെയ്യുന്നത്, ഏതെങ്കിലും വിഷയത്തിലൊക്കെ എന്താണ് ഓർമ്മപ്പിശക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ധാരാളമായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യും. അപ്പൊ അവർക്ക് എന്ത് ചെയ്തു, ആ വിഷയം എന്ത് ചെയ്യും, വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യും, തുറന്നു കിട്ടുമെന്നുള്ളതാണ് കാര്യം. അപ്പോ ഇങ്ങനെ ധാരാളം ഫവായിദുകൾ, അതുപോലെ മാതാപിതാക്കൾക്കും സ്വന്തത്തിനും ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് പോലെ മശ്റൂ ആയിട്ടുള്ള കാര്യമാണെന്ത്, മറ്റുള്ളവർക്കും ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ളത്. കാരണം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തത്തിന് വേണ്ടി ആദ്യമായി ഇസ്തിഗ്ഫാർ ചെയ്തു, പിന്നെ മാതാപിതാക്കൾക്കും, പിന്നെ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീൻ, നിനക്കും മുഅ്മിനുകൾക്കും ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറഞ്ഞു. ഇനിയും ധാരാളം ഫവായിദുകൾ ഈ ഹദീസിലുണ്ട്. അപ്പൊ നമ്മുടെ ഹദീസ് എന്താണ്? അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു قال قال رسول الله صلى الله عليه وسلم إن الرجل لا ترفع درجته في الجنة فيقول أن هذا فيقال باستغفار